ആരപ്പാ പോണത്? സാബിറല്ല പോണത്. ഏടി സാബിറ, ഇജ്ജ് എവിടുക്കാ പോണ്? ആ ആടി മുട്ടിയെ, ഞാൻ മാവേലിക്ക് പോവാണ്. കുറച്ച് തിരക്കിലാണ്. അന്ന ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ വന്നാജി. എനിക്ക് നേരല്ലേടി, ഞാൻ പോവാണ്. ഇജെന്താ പുറത്തന്നെ നിക്കണ്? ഇങ്ങോട്ട് കേറ്. അല്ല, എവിടെ എന്റെ മരോള്? ഓള് ഇതിവിടെ അടുക്കളയിൽ പണിയെടുക്കണ്. ഞാൻ അതിന്റെ കൂടി നനയൊക്കെ കഴിഞ്ഞ് ദിക്കറും ചെല്ലി ഇവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് അന്നെ കണ്ടത്. അല്ലടി, മരോളെന്താ പാട്? പെരയില് പണിയൊക്കെ എടുക്കണ കൂട്ടത്തിലാണോ ഓള്? കൊഴപ്പൊന്നുമില്ലടി, ഓള് ഉസാറാണ്. ഓളന്നല്ലേ ഇപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ പണിയൊക്കെ എടുക്കണേ. എനിക്കിപ്പോ പണിയൊന്നുമില്ല, ഞാൻ ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുന്ന. എന്നാ ശരി, മഴ വരുന്നുണ്ട്, ഞാൻ പോട്ടെ, നേരമില്ല. ഈ അടുക്കളയിൽ തന്നെയാണ്. കുഞ്ഞോളെ, പണികളൊന്നും കഴിഞ്ഞില്ലേ? ഞാൻ സഹായിക്കണാ? ആമ്മ വേണ്ടമ്മ, ഞാൻ ചെയ്തോളാം. ഇനി കറിയും കൂടെ തുമ്പിക്കാനുള്ളൂ. എന്നിട്ട് ഞാൻ ചോറ് അങ്ങോട്ട് കൊടുന്നേരാം. നിങ്ങൾ ചോറുന്നോളി. എന്താ ഞാൻ മാത്രോ? അപ്പൊ ഇജ്ജില്ലേ ചോറ്? ഇല്ലമ്മ, എനിക്ക് ഈ പാത്രങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാണ്ട്. നമുക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ല. നിങ്ങൾ തിന്നാൻ നോക്കി. എന്നാ ആയിക്കോട്ടെ. ഇവിടെ ഇവിടെ കാണാനില്ലല്ലോ. ഒക്കെ പോയത്. എന്താണ് നിങ്ങള് കല്യാണം കഴിഞ്ഞ് 1 മാസമായപ്പോ പോയതല്ലേ? എന്താണ് കല്യാണം കഴിഞ്ഞ് നമ്മൾ 1 മാസല്ലേ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. നിങ്ങളെന്താ ഇങ്ങനൊക്കെ പറയണത്? നാട്ടിക്ക് വരാൻ പറ്റുമോ നോക്കി, ഒരു 2 മാസമെങ്കിലും വന്ന് നിക്കാൻ പറ്റുമോ നോക്കി. പോയിട്ട് 2 മാസമായിട്ടുള്ളൂ. ആണോ ഓളെ മനസ്സിലിരിപ്പ്? ഇങ്ങോട്ട് വിളിച്ചിരുത്തുക. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി. ഇവളിങ്ങനെ കൊഞ്ചി കഴിഞ്ഞ് ഓനോട് ഓരോന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓളെ ഇവിടുന്നാണ്ട് കൊണ്ടുപോയ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒറ്റക്കാവുമല്ലോ റബ്ബേ. എനിക്ക് ആകപ്പാടുള്ളൊരു കനിയാണല്ലോ റബ്ബേ. എൻ്റെ മോൻക്ക് എന്നെ വേണ്ടാതാവുമല്ലോ. നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളില്ലാതെ പറ്റണില്ലേ. നിങ്ങൾ ഇനി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ എടുക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്തോണ്ട് പറഞ്ഞതാണ്. 2 കൊല്ലൊക്കെ കാത്തിരിക്കണമെന്ന് എനിക്കറിയാം. സാരില്ല, നിങ്ങൾ എന്നെ മറക്കാതിരുന്നാ മതി. മോനാണല്ലോ വിളിക്കണത്. ഹലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. എന്താ ഉമ്മ നിങ്ങളെ പാട്? സുഖല്ലേ? എന്ത് മോനെ, ഒരു കഥയാണ്. അതെന്താ ഉമ്മ നിങ്ങൾ അങ്ങനെ പറയണ്? നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കലില്ല നിങ്ങള്? ഭക്ഷണ കുഞ്ഞോളൊന്നും ഉണ്ടാക്കണൊന്നുമില്ല. ഓൾ ആ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാണ്. ആര്? കുഞ്ഞോളോ? ആ. ഓള് സമയത്തിന് ഭക്ഷണം ഒന്നും വെച്ചുണ്ടാക്കണില്ലേ ഓള്? ഇല്ലേ, ഉമ്മ ഈ നേരമായിട്ട് ഒന്നും തിന്നിട്ടില്ലേ. മരുന്നൊന്നും കുടിക്കലില്ലേ ഇപ്പൊ നിങ്ങള് ഷുഗറിനുള്ള? ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ മോനെ മരുന്നൊക്കെ കുടിക്കുക? ഇല്ല, കുഞ്ഞോള് എന്നോട് അങ്ങനെ ഒന്നല്ലല്ലോ പറഞ്ഞത്. ഓള് നിങ്ങള് നല്ല നോക്കുന്നുണ്ട് എന്നൊക്കെയാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. ഓള് പറയണതും വിശ്വസിച്ചിരുന്നോ? ഉമ്മ പറയണാണോ ഓള് പറഞ്ഞാണോ എനിക്ക് വിശ്വാസം? ഓള് എന്നോട് നുണ പറഞ്ഞതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അല്ലേ? ആ മോനെ, എന്താ ചെയ്യാ? ഉമ്മ, ഇവിടെ കടയിൽ ചെറിയൊരു തിരക്കുണ്ട്. ഞാൻ ഉമ്മക്ക് കുറച്ച് കഴിഞ്ഞ് വിളിക്കാട്ടോ. ഞാനിപ്പോ വെക്കാണ് ഫോൺ കേട്ടാ.
ആയിക്കോട്ടെ മോനെ. എന്നാ ശരി, അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ഉമ്മ ഭക്ഷണം എടുത്ത് വെച്ചിക്കണ കേട്ടാ, ഞങ്ങള് കഴിച്ചോളി. ഭക്ഷണം ഒന്നും വേണ്ട. എന്റെ പണി നോക്കിയിട്ടാണ്ട് പോയിക്കോ, ഞാൻ ഒന്നും തിന്നണില്ല. എന്ത് ഉമ്മ ഇപ്പൊ ഇങ്ങനൊക്കെ പറയണ? ഉമ്മക്ക് ഇപ്പൊ എന്താ പറ്റിയത്? ഹലോ. ഹലോ. ആ പിന്നെ ഞാൻ വിളിച്ചതേ, ഞാൻ ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോ ഇജ്ജ് ഉമ്മാക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കലില്ലേ? എന്താ നിങ്ങള് പറയണക്കാ? പിന്നെ ഞാൻ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ചതാണല്ലോ. ഉമ്മ ഒരുപാട് വിഷമം പറഞ്ഞല്ലോ, പരാതി പറഞ്ഞല്ലോ, ഈ ഉമ്മാനെ നോക്കണില്ല, ഉമ്മാക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണില്ല, അതേപോലെ മരുന്നൊന്നും സമയത്തിന് തരുന്നില്ല, അങ്ങനെ ഒരുപാട് പരാതികളാണല്ലോ ഉമ്മ പറയണേ. പഠിച്ചോനെ, എന്റെ ഉമ്മാനെ പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഉമ്മാനെ നോക്കണത്. ഞാൻ എന്റെ അമ്മായിമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഉമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ നോക്കണത്. അത് എനിക്കറിയാം, അന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഉമ്മ എന്തപ്പോ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയത്. എനിക്കറിയില്ലക്കാ. എന്തായാലും സാരില്ല, എന്തായാലും വേണ്ടില്ല. ഞാൻ ഇതിന്റെ ഉമ്മാക്ക് നേരത്തെ വിളിച്ചപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ അറിയില്ല. ഇജ് എന്തായാലും ഉമ്മാനെ വിഷമിപ്പിക്കരുതിട്ട്, ഉമ്മാനെ നല്ല നോക്കണം കേട്ടാ. ഞാൻ നോക്കണുണ്ട്ക്കാ. ആയിക്കോട്ടെ, ഞാൻ ഉമ്മാക്കൊന്ന് വിളിക്കണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്താ പാട് നോക്കട്ടെ, ഉമ്മാന്റെ വിശേഷമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഇപ്പൊ തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചതാണ് നേരത്തെ. ആയിക്കോട്ടെക്കാ, വിളിച്ചോളി. എന്നാ ശരി. ആ അമ്മ പറയ്. ഞാൻ നേരത്തെ തിരക്കിലായി, കടയിൽ ആളെ വന്നപ്പോ അങ്ങനെ ഫോൺ വെച്ചതാ. നിങ്ങൾ പറയ്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാ? മോനെ, ഓളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതെന്താ അമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഞാന് കുഞ്ഞുങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കണല്ലോ, ഞാൻ ഉമ്മക്ക് ഭക്ഷണമൊക്കെ സമയത്തിന് കൊടുക്കലുണ്ട്. ഉമ്മ എന്തപ്പോ അങ്ങനെ പറഞ്ഞതെന്നൊക്കെയാണല്ലോ ഓള് പറയുന്നത്. ഓൾ അങ്ങനെ നുണക്കെ പറയോ? ഓൾ എന്നോട് വെറുതെ പറഞ്ഞതാവും. അവിടെ ഇപ്പൊ സമയം 3 മണിയല്ലോ ഉമ്മ. നിങ്ങളിപ്പോ എന്നിട്ട് ഇതുവരെ ഇത്ര നേരമായിട്ട് നിങ്ങൾ ചോറൊന്നും തിന്നിട്ടില്ലേ? ഇല്ലേ മോനെ. എന്താ ഉമ്മ അവിടെ പുറകില് കുറച്ച് പാത്രങ്ങളൊക്കെ കാണുന്നു? ഉമ്മ അപ്പൊ ഉമ്മ ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ ആരുണ്ടാക്കിയത്? അത് മോനെ, അത് എന്തിനാ ഉമ്മ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടിട്ട് വെറുതെ കള്ളങ്ങൾ പറയുന്നത്? കുഞ്ഞോള് ഉമ്മനെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് എനിക്കറിയാലോ. ഓള് എന്നോട് നുണ പറയില്ല. ഉമ്മ എന്തിനാ അങ്ങനെ ഓരോന്നും ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നത് ഉമ്മ? അത് മോനെ, ജിന്നിട്ടെറിഞ്ഞ് പോകുന്നുള്ള വേജാറുകൊണ്ട് ഉമ്മ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. ഓൾ എന്നെ നോക്കായി ഒന്നും ഇല്ലടാ. ഉമ്മാനോട് നോക്ക്. നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യില്ല ഉമ്മ. അത് സാരില്ല, നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. എനിക്ക് നിങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ ഉമ്മ. ഞാൻ നിങ്ങൾ ഒഴിവാക്കി പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ സാരല്ല, ഉണ്ടായത് ഉണ്ടായി. ഉമ്മ ഭക്ഷണം പോയി കഴിക്ക്. ഞാൻ രാത്രി വിളിക്കണ്ട. ഇനി നിങ്ങൾ വിഷമിച്ചിരിക്കൊന്നും വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞ്. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് ഇതൊക്കെ കേട്ടപ്പോൾ എന്തോ ഭയങ്കര വിഷമായി. അപ്പം ഞാൻ അപ്പം തന്നെ അവളോട് ഇതൊക്കെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാതിരിക്കരുത് കേട്ടാ. ആയിക്കോട്ടെ മോനെ. എന്നാ ശരി. ശരി. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. നിങ്ങൾ എന്തിനാണ് ഉമ്മ ഇക്കാനോട് ഞാൻ നിങ്ങളെ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞത്? ഞാൻ നിങ്ങളെ എൻ്റെ ഉമ്മാനെ പോലെയല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ അമ്മായിമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഉമ്മാന്റെ കുട്ടിയെ മനസ്സിന്നുണ്ട് ഒഴിവാക്കിക്കാളാ. ഭക്ഷണം ഉണ്ട് വളമ്പി കൂട്ടാ. ആയിക്കോട്ടെ അമ്മ, കുഴപ്പമില്ല. എപ്പോഴാണ് മനസ്സിന് ഒരു സമാധാനമായത്. ഞാൻ ചോറ് വളമ്പി തരങ്ങൾ വരി. ഒരു ഉമ്മയും മകനുമായി ജീവിക്കുമ്പോൾ മകന്റെ കല്യാണം കഴിഞ്ഞാൽ ഏതൊരു ഉമ്മാക്കും ഉണ്ടാകുന്ന ആദ്യം പേടിയുമാണ് നമ്മൾ ഇവിടെ ഈ കണ്ടത്. കാരണം മറ്റൊന്നുമല്ല, പ്രായമായ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് അവരവരുടെ സുഖങ്ങൾ തേടിപ്പോകുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്.